ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. രാവിലെ തൊട്ടുള്ള വ്ലോഗ് ഫുൾ എടുക്കണം എന്ന് ഓർത്തു. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോയി വന്നതേ ഉള്ളൂ. എടുക്കണം എന്ന് വിചാരിച്ച് ഫോണൊക്കെ ചാർജറൊക്കെ ആക്കി ഞാൻ വെച്ചിരുന്നു. പക്ഷേ ഞാൻ ഫോൺ കൊണ്ടുപോകാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ എൻ്റെ അനിയൻ്റെ ഫോണിൽ അമ്പലത്തിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. തിരിച്ച് വരുന്ന വഴി ചെറിയൊരു ക്ലിപ്പ് എന്തോ എടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ അമ്പലത്തിൽ പോയതിൻ്റെ ഒരു വീഡിയോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ എൻ്റെ അടുത്ത് ഒരാൾ സെയിം അക്കൗണ്ടിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വരും, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആൾ ആരാന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ആൾക്ക് വേണ്ടിയാണ് ഞാൻ എന്തായാലും ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. എനിക്ക് ഒരു 3-4 പ്രാവശ്യം എൻ്റെ ഷോർട്സിൽ കമൻറ്റ് തന്നെ വന്നിട്ടുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. ആൾ ആരാന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചെറിയ കുട്ടികളാണോ, അത് ചേച്ചിയാണോ അനിയത്തിയാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ വ്ലോഗ് ആ കുട്ടിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. കഴിച്ചിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് റാഗിപ്പുട്ടും പഴമായിരുന്നു, മുട്ടയുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിച്ചു. ഇപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും കൂടി ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള, ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറുണ്ട്, ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ശിവലിംഗം ടെമ്പിളുണ്ട്. 1000 ശിവലിംഗം എന്നാണ് എൻ്റെ പേര്. അപ്പം അവിടേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 1 മണിക്കൂർ, മാക്സിമം 1.5 മണിക്കൂർ ഉണ്ടാവില്ല, 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അവിടേക്ക് പോവാണ്. അമ്മയാണെങ്കിൽ ഒരു 3 പ്രാവശ്യമായിട്ട് അവിടെ പോകണം എന്ന് വിചാരിച്ച് നിന്നിട്ട് അമ്മയ്ക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്ന ടൈമിൽ അതിൻ്റെ ഫ്രണ്ടിൽ വരെ ചെന്നു. ആ ടൈമിൽ ഞങ്ങൾ അവിടുന്ന് മലപ്പുറത്തു നിന്നും എല്ലാവരും കൂടി ഇവിടെ ഓണത്തിന് വന്ന ടൈമാണ്. അപ്പോൾ ഞങ്ങളവിടെ സുർലി എന്ന് പറഞ്ഞിട്ട്, സുർലി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫോൾസ് ഉണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ടെമ്പിൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് വരെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിപ്പോയി. അപ്പോൾ നമുക്കവിടെ കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. പിന്നെ ഇപ്പോൾ വിചാരിച്ചു എന്തായാലും ഇന്ന് പോവാം, ഇപ്പം ഞാനും ഉണ്ടല്ലോ, അപ്പോൾ പോവാം, നമുക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അവിടുത്തെ കുറച്ച് വീഡിയോസ് കാണാം. അവിടെ ഫോൺ അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. അതായത് ഫോൺ മുകളിലേക്ക് പോകുമ്പം അലൗഡ് അല്ല, പകുതി വരെ കൊണ്ടുപോകും. അതിന് ശേഷം അവിടെ ഫോൺ വാങ്ങി വെക്കും, ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. പോവാം, നമുക്കപ്പോൾ. വീടിൻ്റെ അടുത്ത് ബൈ പറഞ്ഞ് ഞങ്ങളത് ഇറങ്ങി ഗായ്സ്. നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങി. ഈ റോഡൊക്കെ പണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു. ഞാനപ്പോൾ വീഡിയോ എടുക്കാണ്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു, നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട്. പക്ഷേ ഇപ്പം ഡെയിലി ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കേരളത്തിലേക്ക് ജോലിക്ക് വരുന്നവർ ഡെയിലി ഇങ്ങനെ വണ്ടിയിലായിരിക്കുമല്ലോ പോവുക. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വണ്ടി പോയി റോഡെല്ലാം ഫുൾ ഇളകി കിടക്കുകയാണ്. ഇപ്പോൾ പഴയ ഭംഗിയില്ല. പക്ഷേ റോഡിൻ്റെ റീവർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ. അതിപ്പം ഉടനെ തന്നെ അടിപൊളിയാക്കും. ഇതൊരു ചെറിയ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. പക്ഷെ ഞാൻ റൈറ്റ് സൈഡിലായതുകൊണ്ട് എനിക്കത് കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, അത് ഞാൻ വോയിസ് ഓഫാക്കി, കോപ്പിറൈറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം കാറിൽ സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, അതായത് ഭയങ്കര കുലുക്കമാണ്, റോഡ് ഫുള്ള് പോയി കിടക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കുറച്ച് താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 സൈഡിലും ഇങ്ങനെ പുളിമരങ്ങളായിരിക്കും. അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇത് കമ്പം ബൈപ്പാസ് റോഡാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ റൈറ്റിലേക്കാണ് പോകാനുള്ളത്. ഞാൻ പിന്നെ ആദ്യം കാണിച്ചെന്ന റോഡില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഭയങ്കര രസമായിരുന്നു. ഫോറസ്റ്റിനുള്ളിൽ കൂടി ആ റോഡ് വരുന്നത്. ഇപ്പം ആ റോഡ് കുറച്ച് മോശമായി. പക്ഷേ ആ ഹെയർ പിൻ പോലുള്ള ആ റോഡുകൾ ഇറങ്ങി വന്നിങ്ങനെ പിന്നെ തമിഴ്നാട്ടിലേക്കുള്ള റോഡുകളൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര അടിപൊളി റോഡാണ്. നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്താറാവുന്ന ടൈം ആകുമ്പോഴത്തേക്ക് റോഡിൻ്റെ 2 സൈഡിലും ഇതേപോലെ നെൽകൃഷിയൊക്കെ ആയിരിക്കും. അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഞാനങ്ങനെ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നെൽകൃഷിയൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. പൊതുവെ തെങ്ങ്, പുളി അതൊക്കെയാണ് കാണാറ്, മുന്തിരി അതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ നെല്ലിങ്ങനെ നിൽക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വഴിയുടെ ഈ 2 സൈഡിലും ഇങ്ങനെ തുണിയൊക്കെ അലക്കിയ ആൾക്കാർ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് ഗൈസ്, നോക്ക്, നല്ല ഭംഗിയില്ലേ ആ നെൽകൃഷി കാണാനായിട്ട്. നമ്മൾ അമ്പലത്തിലെത്തി. ഇതാണ് ആ ഫുള്ളൊരു വ്യൂ വരുന്ന അമ്പലത്തിൻ്റെ. ചെറുതായിട്ട് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ട്, അത് ശിവലിംഗമാണ്. 1000 ശിവലിംഗം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കറക്റ്റ് ഈ അമ്പലത്തിന് കറക്റ്റ് ഓപ്പോസിറ്റായിട്ട് ഫുള്ള് മുന്തിരി കൃഷിയാണ്. അതായത് കറക്റ്റ് റോഡിന് ഓപ്പോസിറ്റായിട്ട് ഫുള്ള് മുന്തിരി കൃഷിയാണ് കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും, ആ ശിവലിംഗമൊക്കെ ഇരിക്കുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇത് ഓരോ ആൾക്കാർ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നേർച്ചയായിട്ട് വെക്കുന്നതാണെന്നൊക്കെയാണ് നമ്മൾ കേട്ടറിഞ്ഞത്. ഇതൊക്കെയാണോ എന്നുള്ള കറക്റ്റ് നമുക്കറിയില്ല.
ഈ വലിയ ശിവലിംഗത്തിനുള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും, പക്ഷെ നമുക്ക് ഫോൺ അലൗഡല്ല, നമ്മൾ താഴെ കൊടുത്തിട്ട് വേണം ഫോൺ. ഇതിനുള്ളിൽ എന്താണെന്ന് വെച്ചാൽ ഗണപതിയും മഹാവിഷ്ണുവും ബ്രഹ്മാവുമാണ്. താഴെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ താഴെ ഗണപതി, പിന്നെ സ്റ്റെയർ കയറി മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകുന്നു, പിന്നെ ബ്രഹ്മാവ്. അമ്മക്ക് ഇഷ്ടപ്പെട്ടോ? ആഗ്രഹം സാധിച്ചോ? ഗായ്സ്, ഇവിടെ അമ്മയ്ക്ക് വരണമെന്ന് കുറേ ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു. 2 പ്രാവശ്യം അമ്മ വരാൻ നിന്നപ്പോഴും വരാൻ പറ്റിയില്ല. ലാസ്റ്റ് ഇപ്പോഴല്ലേ വരാൻ പറ്റേ? പറയാം എന്തെങ്കിലും. ഇപ്പോഴാണ് വരാൻ പറ്റില്ല. 2 പ്രാവശ്യം ഈ വാതിക്ക വരാം, വന്നിട്ട് തിരിച്ചു പോകേണ്ടി വന്നു. ഇപ്പം ഹാപ്പി ആയില്ലേ? ഹാപ്പി. അച്ഛൻ ഇവിടെയും ബിസിയാണ് ഗൈസ്. നമ്മൾ ഇവിടുന്ന് വന്ന് ടിക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ അകത്തേക്ക് പോയി ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ് എടുത്ത് നമ്മുടെ ഫോണ് കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് പോകണം. അച്ഛോ കേട്ടോ അമ്മ? ഇഷ്ടപ്പെട്ടോ അമ്മയ്ക്കോ? ഇനി വരണമെന്നുണ്ടോ? ഇനിയിപ്പം മമ്മിയൊക്കെ വരുമ്പോ ഇങ്ങോട്ടേക്ക് വരാം. മമ്മിയും പപ്പായും മോനും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച്. ഓക്കെ, നല്ല രസമുണ്ട് ഇതിൽ കാണാട്ടമ്മ. പോവാം. ഇതാണ് ഇവിടുത്തെ പ്രസാദം. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അമ്മ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറുക. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം ഗണപതിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് വിഗ്രഹം ചെയ്യുന്നുണ്ട്. അത് ഒരു ചേട്ടനും ചേച്ചിയും കൂടെ പറഞ്ഞ് ചെയ്യിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, അത് ഓരോ ആൾക്കാർ നേർച്ച നേരുന്നതാവും, ഇങ്ങനെ ഈ ശിവലിംഗം കൊടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെ നേർച്ച നേരുന്നതാവും എന്ന് പറഞ്ഞു. നമുക്കറിയില്ല അങ്ങനെയാണോ എന്നുള്ളത്. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഫുള്ള് റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഫുള്ള് തെങ്ങും തോട്ടമാണ്. വീഡിയോയിൽ അത്ര ഭംഗി തോന്നിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഗായ്സ്, ഞങ്ങൾ അവിടുന്ന് നേരെ അച്ഛൻ്റെ ഫ്രണ്ടിനോട് ഒരു മുന്തിരിത്തോട്ടമുണ്ട്, അവിടേക്ക് വന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതാ അമ്മ മുന്തിരി നോക്കി വെള്ളം ഇറക്കുന്നത്. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ട് കേട്ടോ. ഇതാ അവരൊക്കെ ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നുണ്ട്. ഇതാ അച്ഛൻ വെച്ചു, അച്ഛൻ എന്താ അതിൽ നിന്ന് പറിച്ച് കഴിക്കുന്നൊക്കെ ഉണ്ട്. തലമുട്ടും ഗൈസ് അച്ഛന് നേരെ നടന്നാൽ. ഗൈസ് നോക്ക്, എൻ്റെയും തലമുട്ടും കേട്ടോ. ഇത് നോക്ക്, നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഈ ഒരു സൈഡിൽ ഫുള്ള് മുന്തിരി ഇതായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളിവിടെ ഇങ്ങനെ താന്ന് പോകണം. ഫ്രഷ് മുന്തിരി നോക്ക്, പറിച്ചെടുത്താണ്. എന്നാ ടേസ്റ്റ് ഉണ്ടോ? കാണിക്കും. മധുരമൊക്കെ ഉണ്ട്. ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിറയെ മുന്തിരിയും. അധികം ഹൈറ്റൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഹൈറ്റുള്ളവർക്കൊക്കെ വരെ മര്യാദയ്ക്ക് നടക്കും. എന്നൊക്കെ ഹൈറ്റ് കുറവുള്ളവർക്ക് നല്ല രീതിയിൽ നടന്നു പോകാം കേട്ടോ. നൈസായിട്ടുണ്ട് ഗൈസ്. നമുക്ക് പിടിക്കും, ഇതിൽ പിടിക്കണം. ഇവിടെ കട്ട് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് മുന്തിരി കട്ട് ചെയ്തു ഗൈസ്.
ഇത് രണ്ടുപേരും നമ്മ മക്കൾ. മക്കള് ഈ പെണ്ണ് മൂത്തതാ ഇവള് മൂത്ത കല്യാണം കഴിഞ്ഞ കൊടുത്തിരിക്കും പെരിന്തൽമണ്ണ മലപ്പുറം. അച്ഛന് ഫോട്ടോ അല്ല വീഡിയോ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അതിനാ. ഗുഡല്ലൂർ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് മുന്തിരി കൊണ്ടാകും നിങ്ങൾക്ക്. പിന്നെ പേരെന്തേലുണ്ടോ ചാ തോട്ടത്തിന്? കൃഷ്ണമൂർത്തി തോട്ടം. കൃഷ്ണമൂർത്തി തോട്ടം. 10 ഏക്കറാണ് ഗായ്സ് തോട്ടം. ഇതിപ്പോൾ ഇവിടുത്തെ 1 ഏക്കറേ ഉള്ളൂ. ഫുള്ളായിട്ട് 10 ഏക്കറാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി കൊണ്ടാകും. കൃഷ്ണമൂർത്തി ഫാം എന്നല്ലേ, ഗ്രേപ്പ് ഫാം എന്നല്ലേ പേര്, അങ്ങനെയാണ് പേര്. ഫുള്ളായിട്ട് ഇത് 10 ഏക്കറുണ്ട്. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കാണാനായിട്ടും ഫ്രഷ് മുന്തിരി കൊണ്ടുപോകാനായിട്ടും ഒക്കെ. അപ്പോൾ നിങ്ങൾ ഇതുവഴി ഗൂഡല്ലൂർ വഴി വന്നാൽ ഇവിടെ വന്നിട്ട് നല്ല ഗ്രേപ്സ് ആയിട്ട് പോകാം. ഈ ജീപ്പിലുള്ളതൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ നിന്ന് ടൂറിസ്റ്റുകളെ ഈ ഗ്രേപ്പ് ഫാം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കേട്ടോ. നമ്മുടെ അവിടെ കാറ്റാടിപ്പാടം, രാമക്കൽമേട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർക്ക് ഓഫ് റോഡ് പോകാമെന്ന് പറയുന്നത് അവരൊരു പാക്കേജ് പോലെ എടുക്കും. അപ്പോൾ അതിലിങ്ങനെ ഈ മുന്തിരിത്തോട്ടമൊക്കെ വരും. അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഗായ്സ് ഇതൊക്കെ മുന്തിരിത്തോട്ടമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒക്കെ മുന്തിരി കഴിഞ്ഞതാട്ടോ. ഇനിയിപ്പോൾ ഇതിൽ വീണ്ടും ഇതുണ്ടോ ചെറുതായിട്ട് ചെറിയ ഇതുണ്ടോ, ഇതിനി ഇതൊക്കെ വലിയ മുന്തിരി കൊലകളായിട്ട് മാറും. ഇതൊക്കെയാണ് ഗൈസ് ഇങ്ങനെ ഇതുണ്ട് ചെറിയ ഇതാണ് വലിയ മുന്തിരി കൊലകളായിട്ട് മാറുന്നത്. ഫസ്റ്റ് ഇതിനെന്തോ കവാത്തെന്ന് എന്താ പറയാ, അതേപോലെ ഇങ്ങനെ എടുത്തു കൊടുക്കും. അതിനുശേഷം മുന്തിരി വള്ളി ഇടും അല്ലേ? ഇത് പൊട്ടിക്കുളിക്കും. ഓക്കെ, ഇത് ഇതിന്റെ ഇതാണല്ലേ? മൊത്തം പോകും ഇങ്ങനെ കവാത്തെടുത്തിടും. ഇതിന് ഓറ വെക്കണോ? ചാണകം, DAP, പാക്തമ്പാസ്, இந்த மாதிரி ഇത് എത്ര വർഷം ഇരിക്കും? 20 വർഷം. 20 വർഷം 15 വർഷം ആയിട്ട് 5 വർഷം കൂടെ. ഇതൊക്കെ മണ്ണൊക്കെ ഇട്ടുകൊള്ളണോ? இல்ல நம்ம இது எடுக்கல, அந்த வேர் பூரா கட் பண்ணணும். அது வேர் இருக்குது. ஆமா, சைடு வேர் நிறைய இருக்குதுல, அது பூரா கட் பண்ணோம்னா எல்லாத்தையும் சாணக DAP எல்லாம் போட்டு கட் பண்ணிட்டு வந்து ஆமா அடைச்சு விட்டுரும். அப்படியே சப்ளை கொடுத்துரு. நம்ம ஏலக்காய் செடி மாதிரி தான். அந்த ஏலக்கு தான் வேர் போய் இதுக்கு. ஆமா, அது வந்து வேர் போய் இது வேர் எடுக்கணும். வேர் எடுத்தா புது வேர் போடும். புது வேர். ഗൈസ് ഇതെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കേട്ടോ ആ ചേട്ടൻ പറഞ്ഞത്. അതായത് ഇതിൻ്റെ വിളവെടുക്കുന്നത് എങ്ങനെയാണ്. 15 വർഷമാണ് ഇതിൻ്റെ ഒരു വേര് നിൽക്കുക എന്നുള്ളത്. പിന്നെ കൂടുതലൊന്നും എനിക്ക് മനസ്സിലായില്ല, ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലായിപ്പോയി. காயாயிரும். அப்படியே பெருசாகி 4 மாசத்துல பிளாக் ஆகும். 4 மாசம் மொத்தம் 4 மாசம் 4 மாசம் ஃபுல்லாக அப்படி 104 பிளாக் ஆகும். നല്ല ഭംഗി. 950 രൂപ. இது வேலைப்பாடுக்கு 950 രൂപ. എന്തിന്? ഒരാൾക്ക്. ഓ, പക്ഷേ ഇത് നമുക്ക് 1 കിലോയ്ക്ക് നമുക്ക് എത്ര രൂപ? 150 രൂപ കിട്ടുന്നു. ഓ, അത് നഷ്ടമല്ലേ? இல்ல ஈல்டு இருந்தா லாபம். ഒരു ഏക്കറിന് 5 ടണ്ണൊക്കെ കിട്ടും. 6 ടൺ 5 ടൺ 6 ടൺ കിട്ടും. 4 മാസം കൂടുമ്പോൾ. അന്നേരം ഒരു 1 ലക്ഷമൊക്കെ കിട്ടും. ഇടയ്ക്ക് 1 ലക്ഷമൊക്കെ விலை வந்து 30 ரூபா விற்றா ஆள் மட்டும் போட்ட காசு மட்டும் எடுக்கலாம். ஒரு 50 ரூபா 60 ரூபா விற்றா லாபம் கிடைக்கும். அதில் 80 ரூபா விற்றா நல்ல லாபம். நம்ம இறக்க மாதிரி தானே. அதே ഇവിടെ വന്ന ആൾക്കാരെ വിളിച്ചിട്ട് പോകുന്നുണ്ടോ? ഇங்கே അവർ അവിടുന്ന് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മൾ കരിക്കുടിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ അവിടെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. വേറൊരു പട്ടിക്കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പം അച്ചു അതിനിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നത് നിങ്ങൾ. ഡാഷ് ഹണ്ട് അത്രേ ഉള്ളൂ. ഇതുപോലത്തെ പറഞ്ഞ ക്യാൻഡിക്ക് കൂട്ടാനല്ലേ. നോക്കിയേ ടേസ്റ്റ് നോക്കിയേ. ചതിച്ചു, തെങ്ങ് ചതിച്ചു.
തേങ്ങയിലെ കരിക്ക്. ഗായ്സ് മധുരമില്ലാത്ത കുറച്ച് കരിക്കും വെള്ളം എടുക്കട്ടെ. ഇതും ചതിച്ചു, ഇതിലൊന്നുമില്ല. ഫ്ലോപ്പായി പോയി. എനിക്ക് വലിയത് മതിയേ. അതങ്ങനത്തെയാണ്. കഴിഞ്ഞു. പകുതി കരിക്ക് എനിക്കിതാ. ഗൈസ് ഇവർക്ക് എല്ലാവർക്കും ഇതായി. ഞാൻ വലിയ ആളെ കളിച്ച് ചെറിയ കരിക്ക് എടുത്തതാ. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എല്ലാവരും ഇതേപോലത്തെ കരിക്ക എടുത്തത്. പിന്നെ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ കയറി. ഇതൊരു മലയാളി ഹോട്ടലാണ് കേട്ടോ. ഇവിടെ നല്ല ഭക്ഷണം കിട്ടുക. അതായത് നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങി കമ്പം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഇറങ്ങി കഴിയുമ്പോഴുള്ളൊരു ഹോട്ടലാണ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ടൈമായി. ഞങ്ങളിപ്പോൾ തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ച് വരുന്ന വഴിക്കുള്ള വ്ളോഗൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല ട്രാഫിക്കും റോഡിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു റോഡ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഹെയർ പിൻ പോലാണ് റോഡ്. അതൊരു ഫോറസ്റ്റ് കൂടെ നമ്മൾ വരുന്നത്. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന്. പക്ഷെ അത് പറ്റിയില്ല. പിന്നീട് എപ്പോഴേലും ഇനി പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. പിന്നെ ഈ വ്ളോഗ് ഞാൻ സ്പെഷ്യലായിട്ട് ഇടുന്നത് എനിക്ക് കമൻറ്റ് ചെയ്യുന്ന കുട്ടിക്ക് വേണ്ടി കേട്ടോ. അപ്പോൾ ആൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതുപോലെ ഞങ്ങളുടെ വീഡിയോസും ഷോർട്സൊക്കെ കണ്ട് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.